സുവിശേഷം ഒരർത്ഥം എന്ന് പറയുന്നത് നല്ല വിശേഷം. സുവിശേഷം എന്നത് വാക്കുകളുടെ പതിപ്പനല്ല, കൽപ്പനയല്ല, അത് കൽപ്പനയല്ല. അത് മനുഷ്യനെ നിത്യജീവനത്തിലേക്കുള്ള ഒരു മാർഗമാകുന്നു. നിത്യജീവനാണ് ക്രൂശ് മരണം അഥവാ സുവിശേഷം എന്ന് പ്രസ്താവിക്കുന്നത്. ക്രൂശില്ല എങ്കിൽ മനുഷ്യന് നിത്യജീവനില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത എവർലാസ്റ്റിംഗ് ലൈഫ്, മരണമില്ലാത്ത ഒരു ജീവിതം മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. അതിനൊരു കാരണമുണ്ട് സ്നേഹിതരെ. മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് സ്വരൂപത്തിൽ സൃഷ്ടിക്കുന്നു. തന്റെ സദൃശത്തിൽ സ്വരൂപിച്ച മനുഷ്യന്റെ മുഖ്യ ദൈവം ജീവശ്വാസം വിടുന്നു. ജീവശ്വാസം ഏറ്റെടുത്ത മൺപാണ്ഡം ജീവനായി മാറുന്നു. അവന് ചലിക്കുവാനും അവന് സംസാരിക്കുവാൻ കഴിയുന്നു. ആ അടിസ്ഥാനത്തിൽ മനുഷ്യനിന്മേല് അധിവസിക്കുന്ന ജീവാംശം അത് ദൈവത്തിൻ്റെതാകുന്നു എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ ജീവാംശം മനുഷ്യന്മേൽ ദൈവം പകരപ്പെട്ട ജീവാംശം, ആ ജീവാംശത്തിന് മരണമില്ല എന്നൊരു സത്യം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് മരണമുണ്ടെങ്കിൽ മനുഷ്യന് മരണമുണ്ടാകും. മരണമില്ലാത്ത ദൈവത്തിന്റെ ജീവാംശം പ്രാപിച്ചിരിക്കുന്ന മനുഷ്യൻ മരിച്ചാലും അവൻ ജീവിക്കുന്നു. മരണാനന്തരം ഒരു ജീവനുണ്ട്. ആ ജീവൻ എന്ന് പറയുന്നത് നിത്യജീവനാണ്, എവർലാസ്റ്റിംഗ് ലൈഫാണ്, മരണമില്ലാത്തൊരു ജീവിതം. ആ മരണമില്ലാത്തൊരു ജീവിതം ദൈവം മനുഷ്യനിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന സാത്താൻ മനുഷ്യനെ അപകടപ്പെടുത്തുവാൻ അവൻ പരിശ്രമിക്കുന്നു. പിശാചിന്റെ തന്ത്രത്താൽ മനുഷ്യന്റെ വീഴ്ച അത് ഭയാനകമായിരിക്കുന്നു. ആ മനുഷ്യന്റെ ഭയാനകമായിരിക്കുന്ന വീഴ്ചയിൽ നിന്റെ പാപത്തിൽ നിന്ന് പാപമോചനം ലഭിക്കുവാൻ പരിശുദ്ധനായ ദൈവം ഈ ഭൂമിയിലേക്ക് ക്രിസ്തുവിനെ ക്രിസ്തുവായി അവതരിച്ച് അവന്റെ അവസാനത്തിൽ വ്യക്തം വരെയും ഈ ലോകത്തഥവ ദൈവത്തിന് പ്രസാദമായി ആദ്യമായി അർപ്പിക്കുന്ന ഒരു അനുഭവം വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ മനുഷ്യനൊരിക്കൽ മരണത്തിന്റെ ന്യായവിധിയും ദൈവം കൽപ്പിച്ചിരിക്കെ ആ ന്യായവിധിയിൽ അകപ്പെട്ടു പോകുവാൻ ദൈവം ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ ആ വലിയൊരു ശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യനെ നേടിയെടുക്കേണ്ടതിനത്ര ക്രിസ്തു ഈ ലോകത്തേക്ക്